ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 42 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. 2 സംഭവങ്ങളുടെ വിവരണത്തിലെ നടുവിൽ സംഭവിക്കുന്ന ഒരു കാര്യം, രക്തസ്രാവക്കാരിയുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തയാണ് ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുക. ജായിറൂസിൻ്റെ പുത്രിയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള അവിടുത്തെ യാത്രയുടെ ഇടയിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്ന യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച സ്ത്രീ അത്ഭുതകരമായി സൗഖ്യം നേടുന്നതാണ് തിരുവചനത്തിൻ്റെ സന്ദേശം. 12 വർഷമായി രോഗിയായിരുന്ന ഇവള് ഒരുപാട് ഡോക്ടർമാരുടെ അടുക്കൽ, വൈദ്യന്മാരുടെ അടുക്കൽ, ഒറ്റമൂലിക്കാരുടെ അടുക്കൽ, ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും സിദ്ധ മെഡിസിനും ചൈനീസ് അക്യൂപഞ്ചറും സാധ്യമായിട്ടുണ്ടായിരുന്ന എല്ലാ ചികിത്സാ രീതികളും അവലംബിച്ചവളാണ്. എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട അവള് കേട്ടറിഞ്ഞ വിശേഷമാണ് ക്രിസ്തു. അവൻ തൊട്ടാൽ സൗഖ്യം കിട്ടും. ഈ പ്രത്യാശയാണ് ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ യേശുവിലേക്ക് അവളെ അടുപ്പിക്കുന്നത്. വലിയ ജനക്കൂട്ടം ആർത്തിരമ്പിപ്പോകുമ്പോൾ അവൻ്റെ അടുക്കൽ എങ്ങനെ എത്തുമെന്നതിൻ്റെ ആശങ്ക അവൾക്കുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ കാര്യം സാധിക്കണം, തൻ്റെ ലക്ഷ്യം നേടണം, പ്രതികൂല സാഹചര്യങ്ങളെ തള്ളി നീക്കി അവൾ മുന്നോട്ട് നീങ്ങുക. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇടിച്ച് കയറി അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് സൗഖ്യം നേടുന്നു. ഇവള് സൗഖ്യം നേടാൻ വേണ്ടിയിട്ട് കാണിച്ച ഔത്സുക്യത്തെക്കാളും ഏറെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് യേശുനാഥൻ്റെ പ്രതികരണമാണ്. ഒരു ജനാവലി മുഴുവൻ അവിടുത്തെ ചുറ്റും തിക്കിത്തിരക്കി കടന്നു പോകുമ്പോൾ അവൻ ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത്? തോണ്ടലും തലോടലും തിക്കിത്തിരക്കലുമൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. അവൻ സ്പർശിച്ചപ്പോൾ സൗഖ്യം നേടിയവരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറെയും നാം കാണുന്നത് എങ്കിൽ, അവനെ സ്പർശിച്ചവൾ സൗഖ്യം നേടുന്നത് അവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. 2 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഗൗരവത്തോടെ കാണേണ്ടത്. ഒന്ന്, എനിക്ക് അവനെ സ്പർശിച്ചാൽ സൗഖ്യം നേടുമെന്ന വിശ്വാസമുണ്ടോ? എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തിയാൽ അവൻ്റെ ദിവ്യസക്രാരിയിൽ നിന്ന്, അവൻ്റെ തിരുവചനത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തരാൻ അവിടത്തേക്ക് സാധ്യമാണ് എന്ന് വിശ്വസിക്കാനുള്ള ഹൃദയത്തിൻ്റെ വലിപ്പം നിനക്കുണ്ടാവും. കർത്താവെ, നീ ഒന്ന് തൊട്ടാൽ മതി. ഭരണാധിപൻ വിജാതീയനായവൻ പറഞ്ഞല്ലോ, കർത്താവെ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. പിശാചുക്കളോട് പോലും കൽപ്പിക്കാനും പുറത്താക്കാനും അധികാരമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാം സാധ്യമാകും. എൻ്റെ വൈതരണികളുടെ മധ്യത്തിൽ നിന്ന്, എൻ്റെ രോഗപീഠകളുടെ മധ്യത്തിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്താൻ എൻ്റെ ദിവ്യനാഥൻ്റെ ഒരു വാക്ക് മതിയെന്ന്, അവൻ്റെ ഒരു നോട്ടം മതിയെന്ന്, അവൻ്റെ ഒരു സ്പർശനം മതിയെന്ന് തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഗ്രഹവും കൃപയും ഉണ്ടാകാം. ഇന്ന് ആവറേജ് ക്രിസ്ത്യാനി ഈ തിക്കിത്തിരക്കലിൻ്റെ ആൾക്കാരാണ്.
ഈശോയെ ഒന്ന് തൊടണമെന്നോ ഈശോയെ കാണണമെന്നോ ഈശോയുടെ അടുത്തിരിക്കണമെന്നൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊന്ന് കാണിക്കണം. അതിനാ ഞായറാഴ്ച പള്ളി കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ഒന്ന് കയറിയിരുന്നാൽ മതി. വികാരിച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെമിത്തേരിയിലേക്ക് നോക്കിയിരുന്ന് മൊബൈൽ തോണ്ടി കളിച്ചാലും കുഴപ്പമില്ല. മോണ്ടലത്തിലിരുന്ന് സൊറ പറഞ്ഞാലും വികാരിച്ചൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കമൻ്റ് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്നത് പള്ളി കോമ്പൗണ്ടിലായതുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വല്ലാണ്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ നമ്മൾ. ഒരു നിമിഷാർത്ഥത്തിൻ്റെ ദൈർഘ്യം പോലും നമ്മുടെ ആയുസ്സിനില്ല എന്ന തിരിച്ചറിവ് എവിടെയോ നമുക്ക് കൈമോശം വന്നു. ഞാൻ എന്തൊക്കെയാണ് എന്ന് എൻ്റെ പണം കൊണ്ട്, എൻ്റെ സൗന്ദര്യം കൊണ്ട്, എൻ്റെ സൗകര്യങ്ങൾ കൊണ്ട്, എൻ്റെ പിടിപാട് കൊണ്ട് എനിക്ക് എന്തൊക്കെയോ നേടാമെന്നുള്ള അനാവശ്യമായ അവബോധം നമ്മളെ വല്ലാണ്ട് ഞെളിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവനെ തൊട്ടാലേ സൗഖ്യമുള്ളൂ. തിക്കിത്തിരക്കിലുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. യേശുവിനെ തൊട്ടാൽ അവൻ അറിയും, അവനെനിക്ക് സൗഖ്യം നൽകും. തൊടാത്തവനൊക്കെ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ച് കടന്നു പോകുന്നത് പോലെ പള്ളി കോമ്പൗണ്ടിൽ വന്നിട്ട് തിരിച്ചു പോകും. അവനൊരു അനുഭവം ഉണ്ടാകില്ല, അവനൊരു സൗഖ്യമുണ്ടാകില്ല. ദിവ്യാനീശയെ സ്വീകരിക്കാൻ പോലും നമുക്ക് മടിയാണ്. കുമ്പസാരിക്കാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല. വികാരിച്ചന്മാരൊക്കെ കുമ്പസാരക്കൂട്ടിലിരിപ്പുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഈസ്റ്റർ വരുന്നുണ്ടല്ലോ, അന്ന് ഞാൻ കുമ്പസാരിച്ചോളാം. തിരുത്തേണ്ടതും ബോധ്യം വരേണ്ടതും എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.